നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഇന്നലെ ഫുള്ള് നമ്മൾ പോയി കൊല്ലത്ത് പോയി സോഫ, കർട്ടൻ, അതിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അത് പോയി അതിന്റെ ഒരു ഫീലൊക്കെ നേരെ എന്താണ് മെറ്റീരിയലൊക്കെ യൂസ് അതെ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ പണിയുന്ന സമയത്ത് പോയി അതൊക്കെ നോക്കിയിട്ട് ഇന്നലെ വന്നപ്പോൾ ലേറ്റ് ആയി മുതലയുടെ വീട്ടിൽ വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് നേരെ നമ്മളിഞ്ഞ് ട്രിവാൻഡ്രം വന്ന് ഇവിടെ വീടിനടുത്ത് തന്നെ വന്നൊരു റൂം എടുത്തു കേട്ടോ. കാരണം ഇന്ന് ഒരുപാട് ജോലികളുണ്ട്. ഇന്ന് നമ്മൾ കിണർ ഇറക്കാൻ വേണ്ടി പോവാണ്. പാലാച്ചിന് കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിണർ ഇറച്ചിട്ട് വൈഫൈ സെറ്റ് ചെയ്യണം. പിന്നെ വാട്ടർ ഹീറ്റർ ഇനി നമ്മളിവിടെ തന്നെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയും പിന്നെ അതായത് വീട്ടിലെപ്പോഴും നമ്മളവിടെ അടുത്ത് വേണം. കാരണം എപ്പോഴാണ് അവിടെ പണിക്കാർ വരുന്നതോ ഇന്റീരിയർ ടീമിന്റെ ആൾക്കാർ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം എന്നും പണിയാണ്. നാളെ AC ഫിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഓരോരോ വർക്കുകൾ പെൻഡിങ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളോട് അടുത്ത് വേണം കേട്ടോ. ഈ റൂം കൊള്ളത്തില്ല സുഹൃത്തുക്കളെ. പണ്ട് ഗോവ പോകാൻ നേരത്ത് കോഴിക്കോട് റൂം എടുത്ത ഫീല് ഇന്നലെ രാത്രി വന്ന് പിന്നെ ഒരു നേരത്തേക്ക് പിന്നെ പെട്ടതാ. പിന്നെ കുഴപ്പമില്ല. ഒരു സ്വിച്ചേ ഉള്ളൂ. അണച്ചാൽ മൊത്തം ലൈറ്റ് ഓഫ് ചെയ്യും. രാത്രി കുഞ്ഞിന് ഞാൻ പിന്നെ ഫോണിന്റെ ലൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ചെക്കൗട്ട് ചെയ്ത് നമുക്ക് രാവിലെ നേരെ വീട്ടിലോട്ട് പോകും. ഇവിടെ രാവിലെ വീട്ടിൽ ആൾറെഡി പണിക്കാർ വന്നു. കിണർ ഇറച്ചുകൊണ്ടിരിക്കുക. കിണർ ഇപ്പം ഇറച്ചാലേ പാലാച്ചിന് നല്ല വെള്ളം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സുഹൃത്തുക്കളെ. ചെക്കന് ചെറുതായിട്ട് പനി വന്നോ ഇല്ലയോ എന്ന് ഡൗട്ട്. നിന്നെ കുറിച്ചാ പറയുന്നേ. ബലം പിറ പൊന്നാണോ? അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വാട്ടർ ഹീറ്റർ വെക്കണം. അവനെ ഇന്ന് കുളിപ്പിച്ചിട്ടില്ല. ഇവിടെ ഈ ഒരു ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റും മാക്സിമം നമുക്ക് അതൊക്കെ ഓടി നടന്ന് ചെയ്യാം. പിന്നെ ഇവനെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടി കൊടുക്കണം. നമ്മളെ കുറച്ച് ഫോട്ടോ വീട്ടിൽ വെക്കാൻ വേണ്ടിട്ട് അതും കൊടുക്കണമെന്നുണ്ട്. ഇവനെ കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ട്. അങ്ങനെ കുറെ ഉച്ചയ്ക്ക് ശേഷം പോവാം. അപ്പൊ രാവിലത്തെ കാപ്പി മുതലേ എനിക്ക് മസാല ദോശ. ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടാ വെള്ളം. ഇവിടം വരെ ഈ തൊടി വരെ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം. നോക്കണേ ഇങ്ങെത്തി. ഞാനും അന്തം വിട്ടു കേട്ടോ. ഇത്രയും തൊടി ഉണ്ടായിരുന്നു. അയ്യോ വെള്ളം ഒരു ഓസിറ്റ് അടിച്ചത് എങ്ങോട്ട് താഴോട്ട് കളയുക കേട്ടോ. നമ്മൾ ഈ വണ്ടി ഇന്നൊന്ന് കഴുകിയ കൊള്ളുന്നുണ്ട്. ഫുൾ അഴുക്കാണ് കേട്ടോ. അവിടെ ബാക്കും അവിടെ എവിടെ മൊത്തം ചെടിയൊക്കെ അടിച്ച് നാശമായി കിടക്കും കേസ്. ഇപ്പം ഇവരുടെ ജോലി കഴിഞ്ഞ ഉടനെ വൈഫൈ സെറ്റ് ചെയ്യാൻ വരും കേട്ടോ. നെറ്റ്വർക്ക് ഇല്ലാണ്ട് പറ്റത്തില്ല. നമുക്ക് വൈഫൈ അത്യാവശ്യമായിട്ട് എടുക്കണം. അവരുടെ തന്നെ മോട്ടർ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളം അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഗൈസ് വീട് അന്നത്തെ പോലെ തന്നെയാണ് സുഹൃത്തുക്കളെ. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. കാരണം നമ്മളൊന്നും ചെയ്തില്ല. ഇന്ന് ഞാൻ പോയിട്ട് ടേബിൾ ഫാൻ, കാരണം കുഞ്ഞിനെ നമുക്ക് അകത്ത് കിടത്തണം. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഫാനേ ഉള്ളൂ, അതുകൊണ്ട് കിടത്തിരിക്കുന്നത്. അപ്പം ഒരു ചെറിയ ടേബിൾ ഫാൻ വാങ്ങണം. ടേബിൾ ഫാൻ AC നാളെ വരത്തുള്ളൂ ഗൈസ്. അവർ ഇന്ന് ഫിറ്റ് ചെയ്തിരുന്നേ കുഴപ്പമില്ലായിരുന്നു. നാളെ വരത്തുള്ളൂ ഗൈസ്. നമ്മളിത് ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടി വന്നേ കേട്ടോ. കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസ് എല്ലാം കൂടി നമുക്ക് ഫ്രെയിം ചെയ്ത് പുതിയ വീട്ടിലോട്ട് കയറ്റണമല്ലോ. അപ്പം കുറേ ഫോട്ടോസൊക്കെ ഫ്രെയിം സെലക്ട് ചെയ്തു സുഹൃത്തുക്കളെ. 2 ദിവസം ഞാൻ കിട്ടും കേട്ടോ. TV യൂണിറ്റിൻ്റെ അവിടെയൊക്കെ വയ്ക്കാം. ചെറിയ പീസുകളായിട്ട് ഡ്രോയിങ് ചെയ്യുന്ന ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ കേസ് കാണാൻ. ഗൈസ് ഇന്ന് ഫുഡ് കഴിച്ചപ്പോൾ എത്ര മണി മുതലേ? 3 മണിയാ. 4 അറിഞ്ഞില്ലേ? അയ്യോ ഇപ്പോഴാണ് കഴിക്കുന്നത്. ഫോട്ടോ ഫ്രെയിംസിലൊക്കെ കൊണ്ട് കൊടുത്തു. ഇവിടെ വരുന്നവർക്ക് ടേബിൾ ഫാൻ വാങ്ങി. ട്രിവാൻഡ്രം എന്തൊരു ചൂടാണ് ഗൈസ്. നമ്മളെപ്പോഴും ട്രിവാൻഡ്രം വന്നു പോകുന്നതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഇല്ലേ. താമസിക്കുമ്പോഴേ നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര കൂടല്ലേ. അടിക്കുന്നില്ല. ആ സൈഡിലാണ് വെയിൽ അടിക്കുന്നത്. നമ്മൾ ഇപ്പുറത്തായതുകൊണ്ട് വെയിൽ അടിക്കുന്നു. AC ഫിറ്റിംഗ് തുടങ്ങി കഴിഞ്ഞാ ഏജ് പൊക്കൂടെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ രസം കുടിക്കുന്ന ശരി. അകത്ത് AC ഫിറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരാളിരുന്ന് ഫാൻ ഫിറ്റ് ചെയ്യുന്നു. അറിയോടെ ഈ പണി വല്ലതും അറിയോ? എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ഈ പണി അറിയും. ഫിറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ നമ്മളെ ഫാൻ. ഹേ ഗായ്സ്, അപ്പോൾ AC കാര്യങ്ങളൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. AC ഫിറ്റ് ചെയ്തു. ഈ ബെഡിൽ കട്ട് ചെയ്തിട്ട് ലൈറ്റൊക്കെ കത്തിച്ചിട്ടിട്ടുണ്ട്. മാസ്ക് കൊണ്ട് മാറ്റടേ. ചെറുക്കൻ ഇന്ന് ഫുള്ള് ഇവിടെ കിടത്ത. ഇവിടെ പൊടിയായതുകൊണ്ട് നമ്മളവനെ ഹാളില് കിടത്തിയിരിക്കുവായിരുന്നു. അതെ ഗൈസ്, ഈ റൂം ഇപ്പൊ നിങ്ങൾ ഇങ്ങനൊന്നും നോക്കണ്ട. നമ്മൾ ഈ റൂമിന്റെ ഛായയെ മാറ്റും സുഹൃത്തുക്കളെ. മെയിനായിട്ട് നമ്മൾ ഇച്ചിരിയെങ്കിലും ഒന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും ഹാളും മാത്രമാണ്. പിന്നെ സ്റ്റുഡിയോ റൂമും ചെയ്യണമെന്നുണ്ട്. അത് പിന്നത്തേക്ക് എന്തായാലും ബെഡ്റൂമും ഹാളും നമ്മൾ എന്തായാലും
കംപ്ലീറ്റ് ചെയ്യണം, വർക്ക് നല്ല രീതിയിലാക്കണമെന്നുണ്ട്. പിന്നെ ഈ അലമാര ഇവിടെ നിന്ന് മാറ്റണം. ഇത് തടിയുടെ അലമാരയാണ്. നമ്മളുടെ തടിയുടെ അലമാര ഇപ്പം വെക്കണില്ല, ഇല്ലേ മൃദുലേ? ഗൈസ്, നമ്മുടെ കളഞ്ഞു പോയ താക്കോലുള്ള അലമാരയെ നമ്മൾ തുറന്നു, സക്സസ്ഫുള്ളി തുറന്നു. നമ്മൾ പൂട്ട് പൊട്ടിച്ചു, അതിന്റെ പൂട്ട് അങ്ങനെ നമ്മൾ ആദ്യമായി നമ്മുടെ വീട്ടിൽ നിന്നും സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. നല്ലൊരു തുടക്കമാവട്ടെ സുഹൃത്തുക്കളെ, അല്ലേ മൃദുലേ? അതെ അതെ, ഞാൻ സാമ്പിൾ ഇതിന് വേണ്ടിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തത് ഫുഡ്. ഇപ്പൊ കുറെ നേരം ഓർഡർ ചെയ്തിട്ട്. മീൻസ് കേരള വിഷൻ തന്നെയാണ്. ഇത് നമ്മളെ വീട്ടിൽ ഇരിക്കുന്നത് സെയിം അല്ല, ഇത് 5G ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. ഇതിന്റെ വയർ ഇങ്ങനെ കിടക്കുന്നുണ്ടോ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഡ്രില്ല് ചെയ്തിട്ട് അതിന്റെ വയർ അടി കൂടെ ആക്കണം, അല്ലെങ്കിൽ ഒരു വൃത്തിയുടെ കേട്ടോ. ചെറിയൊരു ഫാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഫർണിച്ചറുകൾ ഉടനെ വരുന്നതാണ്. നമ്മുടെ മെയിൻ കാര്യം നിന്ന് കാലഘട്ടം ഇരിക്കണമെന്നുണ്ടെങ്കിൽ കസേരയില്ല. ഇന്നായിരുന്നു ഓരോ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഒരു പുതിയ കട്ട് ചെയ്യാൻ വേണ്ടി കത്രികയില്ല, പിച്ചാത്തിയില്ല. ഫുൾ ഡേ ഇന്നല്ലേ ആദ്യമായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ ഫുൾ ഡേ നിന്നിട്ട് എങ്ങനെയുണ്ട് ശാന്തം ഏരിയ ഒക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഒരു സൗണ്ടും ഇല്ല, ഒരു ഭയങ്കര സ്വസ്ഥതയില്ലേ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നാണല്ലോ ഫുൾ ഡേ നിൽക്കുന്നത്, രാവിലെ തൊട്ട് ഈ നൈറ്റ് വരെ നിൽക്കുന്നത് ആദ്യമായിട്ടാ. നല്ല സമാധാനമുള്ള ഏരിയ ആണ്. പിന്നെ ആകെപ്പാടുള്ള കാര്യം, നമ്മളെ വിലമുക്കിൽ വീടൊക്കെ ആകുമ്പോൾ നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ കുഴിച്ചിടാനുള്ള ഏരിയ ഉണ്ടായിരുന്നു. നമുക്കിവിടെ മൊത്തം കുറച്ച് 6.5 സെന്റല്ലേ ഉള്ളൂ. അപ്പൊ 6 സെന്റാണ്, നമുക്കങ്ങനെ കുഴിയെടുക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അതുപോലെ ചുറ്റും തറവിട്ടിട്ടുണ്ട്. നമുക്ക് കുഴിയെടുക്കാനോ വേസ്റ്റ് കുഴിയെടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ വേസ്റ്റ് എടുക്കാനോ ഫുഡ് വേസ്റ്റ് എല്ലാം സെപ്പറേറ്റ് ആണ്. അത് നമ്മളൊരു പുതിയ ശീലമാണ്. നമ്മൾ അവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാത്തിനും കുഴിയുണ്ട്. അപ്പൊ ഫുഡ് വേസ്റ്റ് ഇവിടെ, പ്ലാസ്റ്റിക് ഇവിടെ, അങ്ങനെ കുഴി ഉണ്ടായിരുന്നു. ഇവിടെ കുഴിയില്ല. അത് എടുക്കാൻ ആൾ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ബക്കറ്റിൽ കുഞ്ഞിനെ പാമ്പേഴ്സ് വരെ അവർ തൂക്കിയെടുക്കുന്നത്. അപ്പം അതെല്ലാം കറക്റ്റ് ഇനി അത് മൃദുലയുടെ ജോലിയാണ്. എല്ലാം ബക്കറ്റ് ആക്കി വെക്കേണ്ടത്, കൊണ്ടിടാൻ വേണ്ടിട്ട്. ഇപ്പൊ എന്താ വ്ളോഗ് എടുക്കുമ്പോ ശാന്തനായിട്ടിരിക്കുന്നല്ലോ നീ? ഇതേ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ? ടവല് പിടിച്ചോണ്ടിരിക്കും, എല്ലാത്തിനും പിടിക്കും. അന്നൊരു ദിവസേ എന്റെ മാലയെ പിടിച്ചിട്ട് വിട്ടില്ല. എന്നിട്ട് അവൻ തന്നെ മുറുക്കി പിടിച്ചിട്ട് അവൻ തന്നെ കരയുവാ. പനിയാണ് സുഹൃത്തുക്കളെ. എനിക്ക് പനി പിടിച്ചില്ല, കുഞ്ഞിന് പനിയായിട്ടുണ്ട്. എന്തോ പറയാനാ, പാലാച്ചൊക്കെ ആയിട്ട് നല്ല അടിച്ചു പൊളിച്ചിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫുൾ മൂഡ് പോകും. പിന്നെ നമ്മളെ ഫുൾ എല്ലാ ഷോക്കും ബുദ്ധിമുട്ടില്ല. പക്ഷെ അവൻ ശ്വാസം എടുക്കുമ്പോ കിറുകിറാന്ന് മൂക്കില് ഒന്നാതെ എന്റെ ഈ ചുമ മാറിയിട്ട് വേണ്ടേ കുഞ്ഞിന് മാറാൻ. അപ്പൊ ഗൈസ്, എന്തായാലും നമ്മൾ നേരെ ആദ്യം ഹോസ്പിറ്റലിൽ പോട്ടെ. ഇപ്പോഴാണ് സത്യം പറഞ്ഞ ആ ഒരു പേരന്റിങ്ങിന്റെ ഫെയില് നമുക്ക് മനസ്സിലാവുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ? നിങ്ങൾ കമന്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ കുറച്ച് നാൾ കഴിയട്ടെ, നിങ്ങൾ പഠിക്കും. പക്ഷെ ഞാൻ ഇത്രയും അങ്ങോട്ട് പ്രതീക്ഷയില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടില്ലേ മുതലേ? അതെ, 2 മണിക്കൂറൊക്കെ ഉറങ്ങുന്നത് ബോധം കിട്ടാം. അല്ലേലേ മൃദുലേക്ക് ബോധമില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ബോധം കൂടി കിടുമ്പോ ഉള്ള പരിപാടിയായി. ഞാൻ ഇതൊക്കെ അയ്യോ എനിക്ക് അറിയാൻ വയ്യ ഗൈസ്. പിന്നെ മൃദുലേക്ക് ഇപ്പൊ ഉറക്കം എന്നൊക്കെ പറഞ്ഞ കൊതിയാണ് ഗൈസ്. പണ്ട് അറമാത് ചിതിർക്കുമായിരുന്നു ഉറക്കം. ഇപ്പൊ ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഉറങ്ങാൻ കൊതിയാണ് മൃദുല. പിന്നെ എനിക്ക് ചില നേരം മൃദുല ശ്രദ്ധിക്കും കേട്ടോ. മൃദുല കുഞ്ഞെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ മയങ്ങുന്നുണ്ടോ എന്ന് നോക്കും. മയങ്ങിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ചില സമയത്തൊക്കെ മയങ്ങും. അപ്പോഴത്തേക്ക് ഞാൻ പോയി കുഞ്ഞിനെ എടുക്കും. അപ്പൊ എന്തായാലും നേരെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നമ്മൾ ആശുപത്രി കാണിക്കാൻ വന്നേ. ചെക്ക് ചെയ്യുന്ന ഉഷാറാവേ. 4 ചെക്കൻ വളർന്ന് കഴിച്ചു. 4 100 ആയിപ്പോ. ഓക്കെ കഴിച്ചു. നമ്മൾ കിച്ചൺ അപ്ലയൻസ് നോക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും തുടങ്ങാൻ പറ്റത്തില്ലേ? ഗ്യാസ് സ്റ്റവ് കണ്ട വീഡിയോ എടുക്കുന്നത് അറിഞ്ഞ കണ്ട് DJ കളിക്കാം. ഈ ചിമ്മിനി അവിടെ ഉണ്ട് കേട്ടോ. അത് വേണ്ട. 4 അടുപ്പുള്ളതാണോ? 4 ടൈം മീൻകറി, ചോറ്, അവിയൽ, തോരൻ. ഒറ്റ ട്രിപ്പ് കൊണ്ട് പരിപാടി കഴിയും. കിച്ചൺ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതൊന്നും പോരെ. നമ്മളിത് ദോശക്കല്ല് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. ദോശക്കല്ല്, ചപ്പാത്തി, മസാല ദോശ, പ്ലെയിൻ ദോശ, അങ്ങനെ ഡിഫറെൻറ്റ് ദോശകൾ നമുക്ക് ചുട്ട് കളിക്കാം വീട്ടിൽ. ഇവിടെ ഒരു വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിത് തിരിച്ച് വീട്ടിൽ വന്ന് ഫ്രഷായി. ഞാൻ പോയി ഗ്യാസൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ബാക്കി കുറച്ച് ഉച്ചക്കലത്തെ ഷോപ്പിങ്ങിന്റെ സാധനങ്ങളെല്ലാം കിച്ചണിൽ കേട്ടിട്ടുണ്ട്. പവർ പോരാ, നിന്റെ കരച്ചിലിന് പവർ പോരാ. നീ ഇപ്പൊ അടവൊക്കെ പിടിച്ചെന്ന് എനിക്കറിയാം. അച്ഛൻ വീഡിയോ എടുക്കണ്ട പൊന്നാ.
കണ്ണൊക്കെ നിറഞ്ഞിരിക്കുമോ ചങ്കടമൊക്കെ വന്ന്. ഇപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അപ്പം ഈ ഒരു റൂം മാത്രമേ നമ്മളിപ്പം ഇൻറ്റീരിയർ കറൻ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ചെയ്യാനുള്ള ഇപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, കാരണം ആ റൂം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും മാത്രം ചെയ്യുന്നു. ബാക്കിയൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ പിന്നെ ചെയ്യാൻ കഴിയും, സമയം പോലെ ചെയ്യാം. കഥം കുതം ഹേ, കഥം അയ്യോ കഥം കാലി ഹേ അല്ല കഥം കാലിന്ന്. ഇപ്പം പോയിട്ട് കിച്ചണിലായിട്ടുള്ള പ്ലേറ്റ്, കഴിക്കാനൊന്നും പ്ലേറ്റ് ഇല്ല ഗൈസ്. പ്ലേറ്റ് സാധനങ്ങൾ ബാക്കി ഫുൾ കിച്ചൺ സാധനം മൊത്തം ഇന്ന് വാങ്ങാൻ വേണ്ടി പോവാണ്. മൊത്തം ഒന്നും വാങ്ങി നടക്കത്തില്ല, കുറച്ച്. മൊത്തം എന്ന് പറയുമ്പോൾ കിച്ചൺ സാധനം എന്ന് പറയുമ്പോൾ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, കുറേ ഉണ്ട്. ഇപ്പൊ കുറച്ച് വാങ്ങിക്കാം. അങ്ങനെ തന്നെ കൊറേന്ന് പറയുമ്പോ എല്ലാം കൂടി ഒരു 10,000 തീരുവോ? 10,000 ഐ നോ ദാറ്റ്. സാധനത്തിനൊക്കെ ഇപ്പം തീ പിടിച്ച വിലയുടെ സുഹൃത്തുക്കളെ. അപ്പൊ അടുത്ത വഷളാവുന്ന നമുക്ക് ഇവിടെ ഇറങ്ങേ പോവാം. പാ പൂക്കളൊക്കെ പ്ലേറ്റ് എടുത്തേ. എനിക്കത് വേണ്ട, എനിക്ക് നോർമൽ മതി. ഓ ഇങ്ങനത്തെ ഡിസൈൻ സ്പോട്ട്സ് ഒക്കെ വേണം കേട്ടോ സുഹൃത്തുക്കളെ. ഇതുപോലെ പോട്ടിനകത്ത് വെക്കുന്ന പൂവാ സെപ്പറേറ്റ്. ഇതിനകത്തുണ്ടല്ലോ നമ്മളെ കോട്ടം ബിരിയാണി വെക്കണം. അല്ലേ നമുക്ക് ബിരിയാണി പറഞ്ഞില്ലേ? ബിരിയാണി, ചിക്കൻ ബിരിയാണിയുടെ ഒരു ഓർമ്മയേ ഉള്ളൂ. രാജാവിന്റെ ഒരു റോയൽ ഇല്ല, അത് വേണം കുറച്ച്. നമുക്ക് അതിൽ പാല് വെച്ചാലോ? ഇത് നിന്റെ അമ്മൂമ്മയ്ക്ക് കാണിച്ചോളൂ, മുറുക്കടിയൻ. അയ്യോ, എന്റെ അമ്മൂമ്മ വേണ്ടേ? അമ്മൂമ്മ പോയിട്ട് 7-8 വർഷമായി. നീ അമ്മൂമ്മ ഇത് സൂപ്പ് ബൗള്. നമ്മൾ സൂപ്പ് കുടിക്കാത്തോണ്ട് വേണ്ട. ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് ഇതിന്റെ തന്നെ. ഇതുകൊണ്ട് സെറ്റ് ആയില്ല. ഓ ഇതൊരു സെറ്റായിട്ടാണ്. ഇത്ര സെറ്റോ? നമുക്ക് അത്രയും ക്ലാസ്സിലൊന്നും വേണ്ട. ഇത് ഇത്ര ഫുൾ സെറ്റ് ആയിട്ട് എത്ര രൂപ? ഓ അത്രയൊക്കെ വേണോ? 2, 3, 4, 5, 6, 7, 8, 9 പ്ലേറ്റ്, 9 ക്വാർട്ടർ പ്ലേറ്റ്. ഇതെന്താ മുഖം തിരിച്ചിരിക്കുന്നത്? ഇഷ്ടമല്ല കയറി വെച്ച്. ഇത് സെയിം ഇത് തന്നെയാണോ? തള്ളിയുടെ പൊട്ടിക്കൽ 5,000 രൂപ കേട്ടാ. ഓ ഇത് എന്താ മുഖം തിരിച്ചിരിക്കുന്നത് അറിയോ? അപ്പുറത്തുനിന്ന് വ്യൂ വേണ്ടേ? ഭയങ്കര ബിസിനസ് ടിപ്സാ. നീ തന്നെ വെളിയിൽ കൂടെ കണ്ടപ്പോഴല്ലേ കയറിയത്. അതാ പല പല സെറ്റാട്ടോ. അങ്ങനല്ല, നമുക്ക് കുറഞ്ഞതായിരിക്കണം, പക്ഷെ കണ്ട പ്രീമിയം ലുക്ക് വേണം. അതെ, പക്ഷെ പിന്നെ ഒരുപാട് സാധനങ്ങളും വേണം. നമ്മളെയൊക്കെ ഇറക്കി വിടും. പ്ലേറ്റിനൊക്കെ ഇത്രയും വില ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. വീട്ടിലെ ആകപ്പാടെ 4 പ്ലേറ്റ് ഉണ്ടായിരുന്നു. പറഞ്ഞില്ല അല്ല, ഇവിടുന്ന് കിട്ടില്ലേ കടുകയുടെ. കടുകയുടെ പ്രൊമോഷൻ കിട്ടിയപ്പോൾ നോൾട്ടയുടെ പ്ലേറ്റ് കിട്ടിയത്. അതിൽ തന്നെ ഇത്ര 2 വർഷം ഓടിച്ചോണ്ടിരുന്നത് കേട്ടോ. ഇപ്പോഴാ പുതിയ പ്ലേറ്റ്, വീട് വാങ്ങിച്ചപ്പോഴേ പ്ലേറ്റ് വാങ്ങിച്ചു. അവിടെ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ല. ഇത് കാണാൻ എന്ത് രസമെന്നറിയോ? പക്ഷെ അഥവാ എടുത്ത് കയ്യിൽ നിന്നെങ്ങാനും തറ വീണ് പൊട്ടിയെ തീർന്നു. പക്ഷെ കൊള്ളായിട്ട് നമുക്ക് എന്തെങ്കിലും 2-3 വാങ്ങിക്കാം. ഗ്ലാസ് കേസ് അല്ല. അയ്യോ, നീ വരുന്നുണ്ടാ? ഒരാഴ്ചത്തേക്കുള്ള വെള്ളം കുടിക്കാം. ഇവിടെ നിർത്തിക്കോ, സെയിൽസ് ഗേളിന് ആവശ്യം ഉണ്ടെങ്കിൽ നിർത്തിക്കോ. എന്ത് കഷ്ടമുണ്ടോ ഇങ്ങനെയൊക്കെ ഓവർ എക്സ്പ്രഷനൊക്കെ കാണിക്കും കസ്റ്റമർ വരുമ്പോ. അയ്യോ, വലിയ പ്ലേറ്റ് 300 ഉള്ളൂ. സാധനം കൊള്ളാം ഗൈസ്. വേണ്ടേ? ഞാനിത് ഇതിന്റെ നടുക്കൊരു മാണിക്ക കല്ലൊക്കെ ഉണ്ട്, നമ്മുടെ ഭാഗ്യ കല്ലാണ്. അത് മാത്രമല്ല ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അയ്യോ ഇങ്ങനെ കറക്കാം, കണ്ട ഇങ്ങനെ കറക്കി കളിക്കാം. അപ്പം വെള്ളം അവിടെ വേണമെങ്കിൽ അങ്ങനെ കറക്കി എടുക്കാം. പക്ഷേ വില എന്ന് പറയുന്നത് 1250 രൂപയുള്ളൂ കേട്ടോ. വളരെ വിലക്കുറവാണ്. ഇതൊക്കെ ഒരു റോയൽ ഫീൽ ഉണ്ട് കേട്ടോ. എന്തോ എന്റെ കണ്ണിങ്ങനെ സ്വർണ്ണത്തിലൂടെ നിനക്കും കൂടി വേണ്ട ഒരു റോയൽ ഫീൽ. സാധനത്തിന് മാത്രം മതി. പറയുന്ന ഗൃഹനാഥനുണ്ടല്ലോ, അതെന്തോ ചേട്ടാ? ആദ്യം അങ്ങനെയല്ല പറഞ്ഞേ. എന്തോന്ന് പറഞ്ഞേ? എണ്ണ ഒഴിക്കുന്നത്. ഇതിനകത്തൂടെ എങ്ങനെ എണ്ണ ഒഴിക്കും പറ. പിന്നെ പറഞ്ഞിട്ട് പോയാ മതി. പറ, അതിനകത്ത് എങ്ങനെ എണ്ണ ഒഴിക്കുന്നു പറ. അത് കണ്ടേ അറിയാം വലിച്ചു കുടിക്കുന്നേ ജ്യൂസ് കുടിക്കുന്നേന്ന്. ഇത് തന്നെ നമുക്ക് പോവാം. ഓരോ സെക്ഷൻ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് കിച്ചണിനകത്തൊക്കെ ഓരോരോ സാധനങ്ങൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കണോന്ന് ഈ ചെയർ കൊള്ളാവേ. കാരണം നമുക്ക് ലെഗ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാകുമ്പോൾ ഫീഡ് ചെയ്യാനും എളുപ്പമുണ്ട്. പക്ഷെ ഇത് കൊള്ളാം. ഷോപ്പ് ചെയ്ത് കാലം കഴിച്ചു ഇരുന്നപ്പോൾ എന്തൊരു സുഖം. ഇതിൽ 2 ഉള്ളൂ സാർ. നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പം നിങ്ങൾക്ക് 2 പേർക്ക് ഇതായിരിക്കും പറ്റുമോ? അല്ല, എനിക്ക് 4 കണ്ണറ വേണം. 4 കണ്ണറയോ? അതെ, ഒരേ സമയത്ത് ചോറ്, തോരൻ, മീൻകറി, അവിയൽ, പുളിശ്ശേരി ഇതെല്ലാം ഒന്നിച്ച് വെക്കണം. സാർ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കി ഇറക്കണം സാർ. ഉണ്ടാക്കി ഇറക്കണം. വേറെ പണിയൊന്നുമില്ലല്ലോ, ഉണ്ടാക്കി ഇറക്കി തരൂ. ചിരിപ്പിക്കല്ലേ, ചുമ വരും. സ്റ്റേറ്റ്സിന്റെ ഇടയിൽ കൂടെ മൃദുലേപ്പം വരുവേ. റെഡി 1, 2, 3 സ്റ്റാർട്ട്.
കണ്ട കണ്ണു തുറന്നിരിക്കുന്ന വന്നപ്പോ ഉറങ്ങുമായിരുന്നു. ഞാനൊരു ട്രാൻസിഷൻ പറയാം. ഏട്ടന തറയിരി നീ പറയുന്നത് തറയിരുന്നിട്ട് ഇങ്ങനെ പൊങ്ങി വായി ടേബിളിൽ സൗകര്യമില്ല വരെ എന്തൊരു ചെയ്യും, സൗകര്യമില്ല വരെ എന്തൊരു ചെയ്യും. ആ പൊങ്ങി വരണം, ഇങ്ങനെ പൊങ്ങി വരാൻ സൗകര്യമില്ല. പുറത്ത് നല്ല മഴയാണ് സുഹൃത്തുക്കളെ. അയ്യോ അത് ഇന്നലെ രാത്രി തുടങ്ങിയതാ. ഞാൻ ഫീൽ കൊണ്ടുവരട്ടെ. ആ തേങ്ങ കാറിന് വെളിയിറങ്ങാൻ പറ്റുന്നില്ല. ഈ കല്യാണം കഴിഞ്ഞാൽ റൊമാൻറ്റിക് ഒക്കെ പോകും. ഞാൻ റൊമാൻറ്റിക് മൂഡ് കൊണ്ടുവരുവാണ്. ക്യാൻഡിൽ ലൈറ്റ് ഉണ്ടോ? ക്യാൻഡിൽ ലൈറ്റ് ഇപ്പൊ തരും കൊണ്ടിരി. അതെ വെളിയിൽ ഒരു കടയിൽ പോയിട്ടുണ്ട്, മെഴുതിരി വാങ്ങിച്ചോണ്ട് ഒന്ന് കത്തിച്ചു പോയി. പണ്ടേ ആ കോമഡി ഇതുവഴി പോട്ടെ, ഞാൻ അങ്ങനെ നീങ്ങിരുന്നോട്ടെ. എന്തിന് കോമഡി എന്തിന് അങ്ങോട്ടേക്ക് സ്ഥലമില്ലേ? ഞാനിങ്ങനെ ടാറ്റ വയ്ക്കുമ്പോ ചോദിക്കും എന്തോ ടാറ്റ എടുത്തിരുന്നു. ഓ എന്റെ കോമഡിക്ക് ടാറ്റ കൊടുത്തു. പഴയ നാളെ നല്ലതല്ലായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തല്ലേ? പറഞ്ഞ ഏട്ടന് ഓർമ്മയില്ലേ? എനിക്ക് അരിപ്പത്തിരി, പൊറോട്ട, മട്ടൻ കറി, മൃദുലേക്ക് വെച്ച് കുറുമ. എന്റെ മട്ടനെ തൊട്ട ഓർഡർ ഞാൻ. പിന്നെ അത് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് വരത്തോളൂ. അവനവന് വേണ്ട, എന്റെ മട്ടണി തുടരരുത്, എന്റെ മട്ടൻ കറി തുടരരുത്, എന്റെ മട്ടൻ കറി ഇങ്ങ് കൊണ്ടുവരട്ടെ. മട്ടൻ കറി തൊട്ട് കഴിഞ്ഞാൽ മട്ടന്റെ എല്ല് വെച്ച് കുത്തും ഞാൻ. എല്ല് മതി എനിക്ക് എല്ല് പീസ് മതി. എല്ല് വെച്ച് നക്കിക്കോ, കൊണ്ടുപോക്കോ. പീസ് എനിക്ക് വേണം. പീസ് ഇപ്പൊ തരാം. ഈ പറയുന്ന ഐറ്റം ഒന്നും ഇവിടെ ഇല്ല കൈസ്. എല്ലാം ഡിസ്പ്ലേ, ഞാൻ എല്ലാം ചോദിച്ചു. പൊറോട്ട ചപ്പാത്തിന്ന് പൊറോട്ട ചപ്പാത്തി, അരിപ്പത്തിരി പൊറോട്ട ചപ്പാത്തി, ഇത്ര ഐറ്റം ഇവിടെ ഉള്ളൂ. നോക്ക് ഇവിടെ എന്തോ എല്ലാം തിന്നു തന്നെ സമ്മതിക്കുന്നില്ല. പൊറോട്ട, മട്ടൻ കറി, ഇതെൻ്റെ എന്നിട്ട് തിന്നാ മതി. എന്തൊരു സ്വഭാവം ഇതൊക്കെ ഇങ്ങോട്ട് പോന്ന്. ഇങ്ങോട്ട് നല്ല ചൂടാ മട്ടൻ കറി ഇങ്ങോട്ട് എടുക്കുക. നമ്മുടെ പൊറോട്ടയുടെ മണ്ടയിലോട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് വയ്ക്കുക. ഇങ്ങനെ സോഫ്റ്റായിട്ടെ ഒരു പീസ് അങ്ങോട്ട് എടുത്തിട്ട് ഈ പൊറോട്ടയുടെ മുകളിൽ അങ്ങോട്ട് വെക്കണം. വെറുതെ എന്ത് വായിന്ന് വെള്ളമൊക്കെ അങ്ങോട്ട് കഴിച്ചാൽ പോരെ. പോയി കഴിച്ചു. സോഫ്റ്റ് അല്ലേ? പണ്ട് ഞാൻ കഴിക്കുമ്പോൾ എന്നെക്കാട്ടി മുമ്പേ കഴിച്ചു തീരുന്ന മൃദുലയാണ്. അപ്പം എന്തേ ഞാൻ 2 പൊറോട്ടയും തീർത്തപ്പോൾ അവിടെ ഒന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാലത്തിനൊക്കെ ഒരു പോക്കേ. പേരൻ്റെക്കൊക്കെ ഇത്ര ഇതാന്ന് വിചാരിച്ചില്ല. മൃദുല മട്ടൻ്റെ എല്ല് ഞാൻ കഴിച്ചിട്ട് ഞാൻ കുഞ്ഞിനെ എടുക്കുന്നത്. ഐസപ്പോൾ മൃദുല ഫീഡ് ചെയ്തിട്ട് കഴിച്ചില്ല കേട്ടോ. ഇത്ര നേരമായിട്ട് ഫീഡ് ചെയ്തോണ്ടിരിക്കാതെ ഞാൻ കഴിച്ച് കൈയൊക്കെ കഴുകി വന്ന്. അപ്പം എനിക്ക് മൃദുലയുടെ അമ്മയും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം നമുക്കിപ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കുഞ്ഞിനെ നോക്കുന്നതും വീട്ടിൻ്റെ കാര്യം നോക്കുന്നതും വയ്യ, ഭയങ്കര ഊപ്പാടാണ് കേസ്. കാരണം നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഈ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഈ പാലാച്ചിൻ്റെ തിരക്കിൽ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാനും അതിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾ അമ്മയുണ്ടെങ്കിൽ അമ്മ എടുക്കും. അപ്പോൾ ഇവർക്ക് സാധനങ്ങൾ നോക്കാം ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ് കരച്ചിരുന്നത്. ഞാൻ എടുത്തുകൊണ്ട് നടക്കാം കുഞ്ഞിനെ. വീട്ടിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നല്ല മഴയാട്ടാ, എൻ്റെ പൊന്നോ. മഴ എന്നൊക്കെ പറഞ്ഞ സെറ്റ് മഴ. ഇത് നമ്മുടെ വാട്ടർ ഹീറ്റർ, കുക്കർ. ഗൈസ് സമയം 1 മണിയായി സുഹൃത്തുക്കളെ. നമ്മൾ വന്നിട്ട് അപ്പോഴേ പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ചെറുക്കൻ ഭയങ്കര കരച്ചിൽ നിർബന്ധമായിരുന്നു. ഗൈസ് ഇപ്പോൾ ഉറക്കമൊന്നുമില്ല. 3 മണി, 2 മണി, 4 മണി. അത് കഴിഞ്ഞ് പിന്നെ 5:30 എണ്ണിക്കണം. നമ്മൾ ആ പ്ലേറ്റ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫുൾ സെറ്റോടെ വാങ്ങി. കാരണം ആ പ്ലേറ്റ് നമ്മൾ പീസായിട്ട് വാങ്ങുമ്പോൾ അത് ഭയങ്കര നഷ്ടം.
നമ്മൾ കണക്കൂട്ട് നോക്കിയപ്പോൾ ഈ ബോക്സ് വാങ്ങുന്നതാണ് നല്ലത്. അതുമല്ല എല്ലാ ഡിസൈനിലും ബൗളും എല്ലാം ഒരേ ഡിസൈനിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. മറ്റേത് വേറെ 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 വേണ്ടെന്ന് വെച്ചു. കടല് പോലെ കിടക്കുന്നു. അയ്യോ സത്യം കേട്ടോ, കിച്ചൺ സാധനം വാങ്ങാനാണ് കടല് പോലെ. ഓരോ സാധനം എടുക്കും. ഇപ്പൊ ഇതിന്റെ ആവശ്യം വെച്ചിട്ട് കഴിഞ്ഞ് വാങ്ങിക്കാം. ബഡ്ജറ്റും വേണമല്ലോ. ഇത് മന്തി കഴിക്കാവുന്ന പ്ലേറ്റ്. അത് കോംപ്ലിമെന്ററി പ്ലേറ്റ് ആണ്. 6 വേറെ ഉണ്ട്. ഈ ഹാവൽസ് എന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ പ്രൊമോഷനാണ്. നല്ല കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളാണ് മൊത്തം. പ്രൊമോഷൻ വേണമെങ്കിൽ ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളാമോ ഇല്ലെന്ന് പറയാം. അതെ അതെ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ കെറ്റിൽ വാങ്ങിച്ചില്ല. കാരണം ഇതിന് മാഗി ഉണ്ടാക്കാം, മുട്ട പുഴുങ്ങാം, വെജിറ്റബിൾ സ്റ്റീം ചെയ്യാം. സ്റ്റീം വെജിറ്റബിൾ മാത്രം മോമോസ് ചെയ്യാം. സ്റ്റീം ചെയ്യുന്ന എല്ലാം ഇതിൽ ചെയ്യാം. എല്ലാം ചെയ്യാം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് വെള്ളം ചൂടാക്കാം. അപ്പം പിന്നെ ആ 2 മൾട്ടി പർപ്പസ് സ്നോക്സ് അതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിലെ അല്ല എവർക്കും ചൂടുവെള്ളം തിളപ്പിക്കാനും മുട്ട പുഴുങ്ങാനും എല്ലാത്തിനും എടുക്കാമല്ലോ. ഇപ്പൊ വാട്ടർ ഹീറ്റർ വെക്കുന്നതിന് മുന്നേ അതിങ്ങനെ കൊണ്ട് മേലോട്ട് വെക്കുക. ഇത് സ്റ്റീം ചെയ്യുമ്പോൾ മാത്രം മതി ഈ വെള്ളം. ആണോ? അല്ലെങ്കിൽ അത് മാറ്റി ഇത്രയേ ഉള്ളൂ സംഭവം. ഓ, സ്റ്റീം ചെയ്യുന്നെങ്കിൽ ഇതിന്റെ മുകളിലോട്ട് വെക്കുക, പുഴുങ്ങി അങ്ങ് എടുക്കുക, അങ്ങ് തിന്നുക. അതെ, വളരെ ഇത് ഉരുളൻകിഴങ്ങൊക്കെ പുഴുങ്ങാം അല്ലേ? എന്നിട്ട് ഗ്യാസ് കയറി കിടക്കാം. ബാക്കി നല്ല കാറ്റ്. അവിടോട്ട് വെച്ചോ. നല്ല മൂർച്ചയായിട്ടാ. മൂർച്ചയില്ലെങ്കിൽ നമുക്ക് മൂർച്ച കൂട്ടുന്ന സാധനം ഉണ്ട്. ഇതിനകത്ത് നമ്മൾ വാട്ടർ ഹീറ്റർ വാങ്ങിച്ചായിരുന്നു. വാട്ടർ ഹീറ്റർ ഒരു വീഗാർഡിന്റെ വാട്ടർ പ്രത്യേകിച്ച് കുഞ്ഞിനെ കുളിപ്പിക്കാനാ വേണ്ടത്. കുക്കറും വാങ്ങിച്ചു. പക്ഷെ അത്ര സാധനം വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് സാധനം വാങ്ങിച്ചെനിക്ക് തോന്നുന്നു. അയ്യോ, ഒരുപാട് സാധനം ഉണ്ട്. നമ്മൾ ഈ ചെറിയ ചെറിയ ഐറ്റംസ് കാണിക്കാൻ. പിന്നെ നമ്മൾ മറ്റേ എല്ലാ സാധനം വാങ്ങിച്ചായിരുന്നു കേട്ടോ. മാണിക്ക ഇളവിയിരിക്കുന്ന. അയ്യോ പറ്റിച്ചാ. ഇഷ്ടപ്പെട്ടു. മറ്റേ ഹനുമാൻ ഇതിന്ന് ലങ്കയാ. അപ്പം തീർന്നിട്ടില്ല സുഹൃത്തുക്കളെ. പിന്നെ കിച്ചണിലെ ഒരു 40%. 40 ഇല്ല, ഒരു 10% വാങ്ങിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കിച്ചൺ ഐറ്റംസ് ഒക്കെ. ആണല്ലേ? 10% ആയാലേ ബാക്കി 90% നമുക്ക് വാങ്ങാൻ കേട്ടോ. ഇതൊക്കെ ഗ്യാസ് സ്റ്റവ് നമ്മൾ നാളെ വാങ്ങിക്കും കേട്ടോ. ഗ്യാസ് സ്റ്റവ് നാളെ വാങ്ങാം. അപ്പൊ സെറ്റ് ആക്കാം. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളിത് അടുക്കളയിൽ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അല്ലാണ്ട് ഇവിടെ കുറേ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. നമ്മുടെ സാധനത്തിലുള്ള സാധനങ്ങളാട്ടോ. നമ്മൾ ഇപ്പോഴേ ഒന്നും പറക്കി അടിക്കൊന്നും വെക്കുന്നില്ല. കാരണം ഇനി നാളെ വന്നിട്ട് ഗ്യാസ് മാറ്റണം. അവിടെ നല്ല ഇത് മാറ്റി കൊടുത്തേ പറ്റൂ. ഇപ്പൊ ഈ രാത്രി ഇങ്ങോട്ട് വെച്ചേക്കാം. ക്ഷീണം, ഭയങ്കര ടയർഡ്, ചെല്ലിയാ കിടക്കുക. അപ്പൊ അതിന്റെ ഗ്യാസ് നമുക്ക് അകത്ത് കയറത്തില്ല. നമ്മള് ഗ്യാസ് പുറത്ത് ഫിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഗ്രില്ല് വെച്ച് പുറത്ത് ഫിറ്റ് ചെയ്യാം. നാളെ കാണാം. ഈ ഒരു വ്ലോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാൻ സുഹൃത്തുക്കളെ. അപ്പൊ ഹോബി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ.